താൻ എന്തായി കാണിക്കുന്നത്? ഇത്രയും നാൾ പരമേശ്വരൻ കെട്ടിത്തന്ന താലി പവിത്രമായിട്ട് ഞാൻ കഴുത്തിലിട്ടു. ഒരു നിമിഷം പോലും ഞാനിത് ഊരിയിട്ടില്ല. ഇത് കഴുത്തിലില്ലാതെ എനിക്ക് പറ്റിയേയില്ല. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല. ആഭരണത്തിന്റെ കാര്യം ഇനി എന്നോട് ചോദിക്കണ്ട. ഒന്നെങ്കിൽ സാറാ മേഡത്തിനോടോ അല്ലെങ്കിൽ ചന്ദ്രനോടോ ചോദിച്ചു നോക്ക്. അപ്പൊ പറയാനുള്ള മറുപടി അവര് പറയും. ഓ, ഇനി കണിമംഗലം തമ്പുരാട്ടിമാര് അണിഞ്ഞൊരുങ്ങി ഇറങ്ങാൻ പോവല്ലേ? കരുതിക്കൂട്ടിയ പത്മിനി, ഇത് ചെയ്തിരിക്കുന്നത് അവള് തന്നെയാ. അതിലെനിക്ക് സംശയമൊന്നുമില്ല. ഇതിങ്ങനെ വിട്ടാ പറ്റില്ലമ്മേ. ഞാൻ ഇപ്പൊ തന്നെ പരമേശ്വരനോട് പറയാം. ഏട്ടൻ ചോദിക്കട്ടെ. അത് വേണ്ട. പരമേശ്വരൻ അവരെ ചോദ്യം ചെയ്താല് അവരവനെ ക്രൂരമായിട്ട് നാണം കെടുത്തു. അതവന് സഹിക്കാൻ പറ്റില്ല മോളെ. അവന് വേദനിക്കാനേ അതുകൊണ്ട് കാര്യമുണ്ടാവും. വിലപ്പെട്ടത് എന്തൊക്കെ നഷ്ടപ്പെട്ടു. അതിന്റെ കൂട്ടത്തില് അതുകൂടി അങ്ങ് പോയെന്ന് കരുതാം. നമ്മുടെ വരുണൻ രാധിക എവിടുന്ന് പോയതിൽ കൂടുതൽ നഷ്ടമൊന്നും നമുക്ക് വരാനില്ലല്ലോ. ഒന്നിച്ചു കഴിഞ്ഞിരുന്നവരമ്മേ ഈ കാണിച്ചു കൂട്ടുന്നത്. നമ്മൾ അവരുടെ എന്തൊക്കെ തെറ്റുകൾ ക്ഷമിച്ചു. പക്ഷെ അവരുടെ പെരുമാറ്റം കണ്ട തെറ്റ് ചെയ്തത് മുഴുവൻ നമ്മളാ. ഒരു യാത്ര പോവാൻ തീരുമാനിച്ചിട്ട് അതിനുള്ള ഭാഗ്യം പോലും ഇല്ലല്ലോ. നമ്മൾ യാത്ര തീരുമാനിച്ചത് അമ്പലത്തിലേക്കല്ലേ? ദൈവങ്ങൾക്ക് അങ്ങനൊരു തീരുമാനം ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും പോയിരിക്കും. നീ സമാധാനിക്ക. അമ്മ എല്ലാം കറക്റ്റ് അല്ലേ? എന്തായാലും അടുക്കളയിലൊന്നുമില്ല. അതെ മോളെ, അവിടെ ചെന്ന് ഇതൊക്കെ ഇറക്കി വെക്കലും അത്യാവശ്യം വേണ്ടി വന്ന വിളമ്പി കൊടുക്കാനൊക്കെ ആളുകൾ വേണ്ടി വരില്ലേ? ഞങ്ങളോട് വരാം. അയ്യോ, അത് വേണ്ട അച്ഛാ. രണ്ടുപേരെങ്കിലും സഹായത്തിന് കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ അയാളോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അയാള് പറഞ്ഞത് അതോടെ നമ്മളോട് വിളിച്ചോളാനാ. ഞാൻ അതോടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോ മോൾ ഉൾപ്പെടെ 3 പേര്. അപ്പോ ഒരു 3 പറയുന്ന ഒരു സുഖമുള്ള കാര്യമല്ലല്ലോ. അതിന് 4ാമതൊരാൾ കൂടെ ഉണ്ടല്ലോ. പോവാം. എങ്ങോട്ട്? താൻ ഭക്ഷണം കൊടുക്കാൻ പോകുന്ന സ്ഥലത്തേക്ക്. അയ്യോ, അവിടെ വരുൺ വരണ്ട. അതെ, ഈ നാട് ചുറ്റിക്കറങ്ങി താൻ ഭക്ഷണം കൊടുക്കാൻ പോകുമ്പോ എന്നോട് വരണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ വന്നില്ലല്ലോ. ഇതിപ്പോ ദൂരേക്കല്ലേ, അവിടെ ഇപ്പൊ എന്താ കുഴപ്പം? എത്ര ദൂരെ ആയാലും അവിടെ മോനെ അറിയുന്ന ആളുകൾ കാണില്ലേ? അതിനിപ്പോ എന്താച്ചാ, ഏത് തൊഴിലിനും അതിൻ്റെതായ അന്തസ്സില്ലേ? ഇതിപ്പോ രാധിക ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നതൊക്കെ ഒരുപോലെ തന്നെയല്ലേ? മോനെ, പറയുന്നത് മനസ്സിലാക്ക്. മോന്റെ ആത്മാർത്ഥത ഞങ്ങൾക്ക് മനസ്സിലാവും. എന്റെ പൊന്നമ്മേ, ആദ്യം ഞാൻ ഇവിടുന്ന് വിദേശത്ത് പഠിക്കാനൊക്കെ പോയില്ലേ? അപ്പോഴൊന്നും ഞാൻ വീട്ടിലെ ക്യാഷ് വാങ്ങിച്ചല്ല പഠിച്ചിരുന്നത്. ക്ലാസ് കഴിഞ്ഞിട്ട് അവിടുത്തെ പാർട്ട് ടൈം ജോലി ചെയ്തിരുന്നു. അതും ഒരു റെസ്റ്റോറൻറ്റിൽ. അവിടെ മേശ തുടങ്ങുകയും പ്ലേറ്റ് എടുക്കുകയും എല്ലാം ചെയ്യണമായിരുന്നു. അന്ന് എനിക്കൊരു മാനക്കേടും തോന്നിയിട്ടില്ലല്ലോ. അത് വിദേശത്തല്ലേ? അതെ, വിദേശത്തായാലും ഇവിടെ ആയാലും മേശ തന്നെയല്ലോ അമ്മേ. വരുൺ പറയുന്ന കേക്ക്. എടോ, താൻ ഒരു സംഭവം ചെയ്യുന്നു, ഞാൻ തനിക്ക് ത്യാഗം ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു. അങ്ങനെയൊന്നുമല്ല. തൻ്റെ കൂടെ വരുന്നതും ഇതുകൊണ്ട് കൊടുക്കുന്നതും ആസ്വദിച്ച് ചെയ്യാൻ വേണ്ടി തന്നെയാ. എന്താ അച്ഛാ ചെയ്യണ്ടേ? അല്ല മോളെ, മോനിങ്ങനെ നിർബന്ധിക്കുന്ന സ്ഥിതിക്ക് അച്ഛൻ സമ്മതിച്ചു. ഇനി താനായിട്ട് എതിരൊന്നും പറയണ്ട, നടക്കില്ല. തന്റെ ഫോണിലെ കോള്. അവരെ വിളിക്കുന്നു. എടുക്കൂ. ഹലോ, നിങ്ങൾ ഫുഡുമായിട്ട് ഇറങ്ങിയോ? ഇല്ല, എല്ലാം റെഡിയായി. ഇപ്പൊ ഇറങ്ങാൻ തുടങ്ങിയായിരുന്നു. ഞാനൊന്ന് വിളിച്ചു ചോദിച്ചെന്നേ ഉള്ളൂ. ഞാൻ അയച്ച ലൊക്കേഷൻ കിട്ടിയല്ലോ അല്ലേ? കിട്ടി. അതിന്റെ തൊട്ടടുത്ത് തന്നെയാ. അതിന്റെ അടുത്ത് വരുമ്പോ ഞാൻ ആരെങ്കിലും അവിടെ നിർത്താം. ശരി സാർ, ആയിക്കോട്ടെ. സാർ, ഇത് കല്യാണം മറ്റോ ആണോ? അതെല്ലാം ഇവിടെ വന്നിട്ട് കാണാലോ. നിങ്ങൾ പുറപ്പെടും. ശരി സാർ, ഓക്കെ.
കല്യാണമാണെന്ന് ചോദിച്ചപ്പോഴേ അവിടെ ചെന്നിട്ട് കാണാന്നാ പറയുന്നത്. അതെന്താ അങ്ങനെ? എടോ കയ്യിലെ കാശ് അഡ്വാൻസ് തന്നിട്ട് തന്നെ പറ്റിക്കാനൊന്നും ആവില്ല. നമുക്ക് എന്തായാലും പോവാം. ചേട്ടാ വണ്ടി എടുത്തോ, നമ്മുടെ പുറകെ വന്നാ മതി. പോ. ഞങ്ങൾ പോയിട്ട് വരാം. ശരി അമ്മ. മോള് നല്ല പ്രതീക്ഷയില്ല. ഇത്രയും വലിയൊരു ഓർഡർ വന്നത് ആ പ്രതീക്ഷയ്ക്ക് ഒരു ജീവൻ വെച്ചു. ആർക്കറിയാം അവരുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്ര ഇതായിരിക്കുമെന്ന്. എന്തായാലും നടക്കട്ടെ, നല്ലതേ വരൂ. എന്താ? ഒരു കാര്യമുണ്ട്. താൻ എന്തായി കാണിക്കുന്നത്? ഇത് താലിമാലയല്ലേ? ഞാൻ പറയാം. താൻ എന്തായി കാണിക്കുന്നത്? ഇത്രയും നാൾ പരമേശ്വരൻ കെട്ടിത്തന്ന താലി പവിത്രമായിട്ട് ഞാൻ കഴുത്തിലിട്ടു. ഒരു നിമിഷം പോലും ഞാനിത് ഊരിയിട്ടില്ല. ഇത് കഴുത്തിലില്ലാതെ എനിക്ക് പറ്റിയേയില്ല. വേറൊന്നുമല്ല, ഇത് പരമേശ്വരൻ തന്നെ എന്റെ കഴുത്തി കെട്ടിത്തന്നാ മതി. കഴുത്തി കിടന്ന മാലയ്ക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ, പിന്നെന്താ ഇങ്ങനൊരു മാറ്റം? അത് അമ്മയുടെ ആഭരണങ്ങളെടുത്ത് എന്തെങ്കിലും ചെയ്തിട്ട് യാത്ര പോവാന്നല്ലേ പറഞ്ഞത്. ഞാൻ ആലോചിച്ചപ്പോ അത് ശരിയല്ല. അമ്മയുടെ ആഭരണങ്ങൾ അമ്മയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. നമുക്ക് ഇത് പണയം വെച്ചിട്ട് പോവാലോ. ഒരു കള്ളം പറഞ്ഞ് ഫലിപ്പിക്കാൻ തന്നെ കൊണ്ട് പറ്റില്ല, അതും എന്നോട്. എത്ര നാളായടോ തന്നെ ഞാൻ കാണുന്നു. തൻ്റെ ഒരു ചെറുവിരൽ അനങ്ങിയാൽ പോലും അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാവില്ലേ പത്മിനി? നമ്മുടെ സ്വർണമൊക്കെ ഉർവശി കൊണ്ടുപോയി അല്ലേ? അതെ, സാറാ മേഡത്തിന്റെ അടുത്ത് കാണുന്ന അവള് പറഞ്ഞത്. അവരാണല്ലോ വീടിന്റെ കടം തീർത്തതും വീടെടുത്തതും. അതിനെന്താ, അവര് ബാങ്കുകാരിൽ നിന്ന് വാങ്ങിച്ചത് ഈ വീടും നമ്മളെയും നമ്മുടെ അഭിമാനത്തെ എല്ലാം കൂടിയല്ലേ? എല്ലാം എടുത്തോട്ടെ, നമുക്ക് നമ്മുടെ വിശ്വാസങ്ങളുണ്ടല്ലോ, നമ്മുടെ മക്കളെക്കുറിച്ചുള്ള പ്രതീക്ഷകളും ഉണ്ടല്ലോ, അത് മതി. ആ മലയിങ്ങത്താ.